നമസ്കാരം. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ യുഗയാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിച്ചിരിക്കുന്നു. നല്ലൊരു യാത്ര തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു, ഒത്തിരി നേതാക്കന്മാരുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും അങ്ങനെ പല വിധത്തിലുള്ള നേതാക്കന്മാരുടെ ഒരു വലിയൊരു ബാഹുല്യം തന്നെ ഉണ്ടായിരുന്നു. അതിനേക്കാളെല്ലാം ഉപരി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ്, അഖിലേന്ത്യാ തലത്തിലുള്ള ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുത്തിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു സമാപനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ല പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്നു. അത്യാവശ്യം പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാവുന്ന രീതിക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് നന്മയുള്ള ഒരു 4-5 പ്രഖ്യാപനങ്ങളും ഉണ്ടായിരുന്നു. അതും വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയൊക്കെയാണ്. പക്ഷെ നമുക്കവിടെ പറയാനുള്ളത് പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുന്ന ഒരു കാര്യം, അതായത് നല്ല ജനങ്ങൾ നല്ല പ്രതീക്ഷയോടുകൂടി പ്രതിപക്ഷത്തെ ഉറ്റുനോക്കുമ്പോൾ നല്ല പ്രതീക്ഷയോടുകൂടി കാണേണ്ടിയിരുന്ന ഒരു വ്യക്തി ആ കൂട്ടത്തിൽ കണ്ടില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത് പൊതുസമൂഹം വളരെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. മറ്റാരുമല്ല, രാഹുൽ മാക്കൂട്ടമാണ്. കാരണം അദ്ദേഹം ഒരു കറതീർന്ന കോൺഗ്രസ്സുകാരനാണ്. നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ചിലപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പോലും കൂടെ അദ്ദേഹത്തെ പറ്റി ഈ പൊതുസമൂഹം മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം അദ്ദേഹം ശരിക്കും ഒരു കറതീർന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ്, ഒരു കോൺഗ്രസ്സുകാരനാണ്. അതിനേക്കാളെല്ലാം ഉപരി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞാൽ നടക്കും. പക്ഷേ കോൺഗ്രസ്സിനെ തന്നിൽ നിന്നും പുറത്താക്കണമെങ്കിൽ അത് ഈ ലോകത്ത് താൻ തന്നെ തീരുമാനിക്കണം എന്ന് രാഹുൽ മാക്കൂട്ടം പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി മറ്റൊരു വാചകം കൂടെ രാഹുൽ മാക്കൂട്ടം പറഞ്ഞിരിക്കുന്നത് പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തി മരണം വരെയും കോൺഗ്രസ്സിന് പുറത്തു നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മരണം വരെയും കോൺഗ്രസ് പാർട്ടിയുടെ പുറത്തു നിൽക്കുന്നതിൽ എനിക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല, യാതൊരു വേദനയും ഉണ്ടാവില്ല എന്ന് രാഹുൽ മാക്കൂട്ടം പറഞ്ഞിരിക്കുന്നത്. ഈ 2 കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ ഒരു കറതീർന്ന കോൺഗ്രസ്സുകാരൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയോടുള്ള അസൂയ കൊണ്ടോ അല്ലെങ്കിൽ വൈരാഗ്യം കൊണ്ടോ മാത്രമേ പറയുള്ളൂ. ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ, അത് ഏത് പാർട്ടിയിൽപ്പെട്ടതും ആയിക്കോട്ടെ, ഒരു കറതീർന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു കറതീർന്ന വ്യക്തിത്വത്തിനുള്ള ഒരു ഉടമ, അത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ മാക്കൂട്ടത്തിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വ്യക്തി ആ ഒരു സമ്മേളനത്തിൽ വേണ്ടതായിരുന്നു. അത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഇനി UDFിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും മറ്റേതെങ്കിലും വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നെങ്കിൽ കൂടി ആ ഒരു വ്യക്തിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമായിരുന്നു ആ പുതിയ യാത്രയുടെ സമാപനം നടത്തേണ്ടിയിരുന്നത് എന്നുള്ളയിടത്താണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഏതൊരു നല്ല വിഭവങ്ങൾ, ആഹാര സാധനങ്ങൾ, ഇപ്പം നല്ലൊരു കറികൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നല്ല ആഹാര വിഭവങ്ങൾ ഉണ്ടാക്കുന്നു, എല്ലാവിധ ചേരുവകളും നല്ല ചേരുവകളെല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലും കൂടെ അതിനകത്ത് ലേശം ഉപ്പിട്ടില്ലെങ്കിൽ ബാക്കി എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കഴിച്ചിട്ട് പോകാം എന്നുള്ളതിൽ കഴിഞ്ഞ് ഒരു സംതൃപ്തി കിട്ടില്ല. അതുതന്നെയാണ് ഇന്ന് പുതുയുഗ യാത്രയുടെ സമാപനത്തിൽ പൊതുസമൂഹത്തിൽ നീതിബോധമുള്ള പൊതുസമൂഹം അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടി പ്രതിപക്ഷത്തെ നോക്കിക്കാണുന്ന പൊതുസമൂഹത്തിന് പറഞ്ഞു വെക്കാനായിട്ടുള്ളത്. രാഹുൽ മാക്കൂട്ടം കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ മാത്രമാണ് അവിടെ എല്ലാം കൊണ്ടും അതിനൊരു പൂർണ്ണത വരികയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം, രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു വമ്പൻ കോക്കസിൻ്റെ ചെറിയൊരു വിഭാഗം കോൺഗ്രസിൻ്റെ ഒരു ഉന്നത നേതൃത്വങ്ങളിൽ ഉണ്ട് എന്നുള്ളത് പൊതുസമൂഹം തിരിച്ചറിയുന്നത് കൊണ്ട് കൂടിയായിരിക്കാം ചിലപ്പോൾ രാഹുൽ മാക്കൂട്ടത്തെ അകറ്റി നിർത്തിയത് എന്ന് തോന്നിക്കുന്നു. പക്ഷേ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നിലനിൽക്കുന്ന ഭരണകൂട ഭീകരതയെപ്പറ്റി പൊതുസമൂഹത്തിന് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുസമൂഹം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന പ്രതിപക്ഷത്തിൻ്റെ മുന്നണി പോരാളികളിൽ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു യുവ നേതാവാണ് രാഹുൽ മാക്കൂട്ടം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തെ പോലുള്ള പ്രതിപക്ഷ നേതാക്കളിലൂടെ മാത്രമാണ് ശരിക്കും പറഞ്ഞ പൊതുസമൂഹം പ്രതിപക്ഷത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം. അല്ലാതെ കുറേ തങ്ങൾ ആണ് വലിയ നേതാക്കന്മാരെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന
മേനി നടിച്ച് നടക്കുന്ന വലിയ നേതാക്കന്മാരെ ആരെയും കണ്ടിട്ടല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹം നിങ്ങളെ നോക്കി കാണുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പരാജയം എന്നേ പറയാൻ പറ്റുള്ളൂ. രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന കോക്കസുകൾ പല രീതിയിൽ, പല രൂപത്തിൽ, പല ഭാവങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം. ഇപ്പോഴും രാഹുൽ മാക്കൂട്ടത്തിൻ്റെ നിലനിൽക്കില്ലാത്ത കേസുകളുടെ പിന്നാലെ നടക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിങ്ങനെ ഈ ഇലക്ഷൻ കഴിയുന്നത് വരെ വാർത്താമാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും അതൊരു ചർച്ചാ വിഷയമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടും മാത്രമാണ് അത്തരം വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് നമുക്കറിയാം. പിന്നെ മറ്റൊരു വിഭാഗം ഈ അടുത്തിടെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണ് എന്ന് അവകാശപ്പെടുന്ന മാധ്യമ പ്രവർത്തകരുടെ ലേബലിലുള്ള ചില വനിതകളെന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ ചില വനിതകൾ അവർ അവകാശപ്പെടുന്നത് ജനാധിപത്യത്തിൻ്റെ 4ാം തൂണുകളാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ആ അവകാശം, അല്ലെങ്കിൽ അങ്ങനെ ഒരു മേലങ്കിയാണ് അവർ ചാർത്തുന്നതെങ്കിൽ പോലും കൂടെ അവർ ചെയ്യുന്ന പ്രവൃത്തി ഒരുതരം 4ാം കിടപ്പണിയാണ് എന്നുള്ളതും കൂടി ഈ സന്ദർഭത്തിൽ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക്, നമുക്കറിയാം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അഖിലേന്ത്യാ പ്രസിഡൻറ്റിന് അവർ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാഹുൽ മാക്കൂട്ടത്തിന് എതിരെ എന്ന് പേരെടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും രാഹുൽ മാക്കൂട്ടത്തെ ചാരി നിർത്തിക്കൊണ്ട് കോൺഗ്രസ്സുകാരെ ആരൊക്കെയോ കുറച്ച് പേര് രാഹുൽ മാക്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ലേബലിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അത്തരം പരാതികൾ എന്നൊക്കെ പറഞ്ഞ് അതിനാണ് നമ്മൾ ഒരു 4ാം കിടപ്പണി എന്ന് പറയുന്നത്. 4ാം കിടപ്പണി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയും 3ാം കിടപ്പണി എന്നാണ് ഏറ്റവും കുറഞ്ഞ പണിക്ക് പറയുന്നത്. അതിനേക്കാളും ഏറ്റവും തരം താണ പണി, അതിനാണ് സാധാരണ 4ാം കിടപ്പണി എന്ന് പറഞ്ഞത്. ഇവർ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായ മാധ്യമപ്രവർത്തകർ എന്ന ലേബലിൽ നിന്നുകൊണ്ട് ഇത്തരം 4ാം കിടപ്പണി ചെയ്യുമ്പോൾ അവർ വെറും 4ാം കിട തൊഴിലാളികളെന്നേ പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണെങ്കിലും ഈ നിങ്ങളെ പോലുള്ളവർ, അല്ലെങ്കിൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവരൊക്കെ വെറും അപഹാസ്യരാകുന്നു എന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. എന്താണെങ്കിലും ശരി, നമ്മളെപ്പോഴും പറയുന്നത് പോലെ രാഹുൽ മാക്കൂട്ടത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹം പ്രതിപക്ഷത്തെ പ്രതീക്ഷയോടുകൂടി കാണുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടത്തെ അകറ്റി നിർത്തിക്കൊണ്ട് ഇനിയിപ്പം നിങ്ങൾ ഏതെല്ലാം ശക്തികൾ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിച്ചാൽ പോലും ഈ പ്രാവശ്യം രാഹുൽ മാക്കൂട്ടം UDF സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിൽ മത്സരിക്കുന്നില്ല എങ്കിൽ അടി ഉറപ്പിച്ച് പറയുന്നു, പൊതുസമൂഹത്തിൻ്റെ വികാരം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നു, കോൺഗ്രസിൻ്റെ ഉന്നതരായിട്ടുള്ള മുഖ്യമന്ത്രി കുപ്പായം വരെ തയ്പ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന പല നേതാക്കളും നിയമസഭ കാണില്ല എന്ന് അടിവരയിട്ട് തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത് മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങളുമൊക്കെ ആയിട്ട് എന്താണെങ്കിലും പൊതുസമൂഹം വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നു. അടുത്ത സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വരുന്ന സന്ദർഭത്തിൽ രാഹുൽ മാക്കൂട്ടം രംഗത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത്. കാരണം പൊതുസമൂഹത്തിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ഒരു യുവ നേതാവാണ് രാഹുൽ മാക്കൂട്ടം എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. നന്ദി.